നമ്മളെ ഒരുത്തൻ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കുക. പ്രതിരോധം തെറ്റല്ല എന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മളായിട്ട് ആരെയും ആക്രമിക്കാൻ പോകാൻ പാടില്ല. പ്രതിരോധം എന്ന് പറയുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാനും മറ്റുള്ളവരെ സംരക്ഷിക്കാനുമായിരിക്കണം എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തം കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വന്തത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും രക്ഷിക്കാനായിരിക്കണം ആ പ്രതിരോധം വേണ്ടത്. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരുത്തൻ വാളെടുത്ത് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. പ്രതിരോധിച്ചില്ല എങ്കിൽ അവൻ്റെ വാളിന് മുന്നിൽ നമ്മൾ അടിമകളാക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. പറഞ്ഞു വരുന്നത്, ഡൽഹി കലാപ സമയത്ത് ഒരു കാരണവുമില്ലാതെ സംഘപരിവാറിന്റെ ക്രിമിനലുകൾ, പൈശാചികർ പലയിടങ്ങളിലും ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സമയത്ത് ആദ്യഘട്ടത്തിൽ പ്രതിരോധമുണ്ടായില്ല. ആക്രമണം കൊഴുത്തപ്പോൾ പല രീതിയിൽ പ്രതിരോധമുണ്ടായി. മുസ്ലിങ്ങളും നല്ലവരായ ഹൈന്ദവരും ദളിതരും സിഖുകാരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു മതേതര പ്രതിരോധം അവിടെ മുന്നോട്ട് വെച്ചപ്പോൾ ആക്രമികൾ ഒളിച്ചോടുന്ന അവസ്ഥ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഇതേ സംഭവം തന്നെയാണ് മധ്യപ്രദേശിൽ കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി സാധിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് അവിടെയുള്ള സംഘപരിവാർ സംഘടനകൾ പദ്ധതിയിട്ടു. അതായത് ഒരു മുസ്ലിം പള്ളി തച്ചു തകർക്കാൻ തന്നെ. എന്നാൽ തച്ചു തകർക്കാനെത്തിയ 200ഓളം വരുന്ന സംഘപരിവാറിന്റെ അനുയായികൾ ആദ്യം പള്ളിയുടെ മുകളിൽ കയറിയിട്ട് അവരുടെ കാവി പതാക പാറിപ്പിക്കാൻ ശ്രമിച്ചു. അത് ഒരു പരിധിവരെ വിജയിച്ചു. സംഭവം അറിഞ്ഞ് അവിടെ തടിച്ചുകൂടിയ മറ്റുള്ളവർ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അതായത് മുസ്ലിങ്ങൾ. അവർ തിരിച്ചു പ്രതിരോധിച്ചു. അവരെ അവിടെ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നു. അങ്ങനെ സംഭവം കയ്യിന്നു പോയ സാഹചര്യം വന്നപ്പോൾ 200ഓളം വരുന്ന സംഘപരിവാറിന്റെ ക്രിമിനലുകൾ അവിടെ നിന്ന് ഓടി ഒളിച്ചു. ഇതേ സംഭവം തന്നെയാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിലും സംഭവിച്ചത്. ഉജ്ജയിനിലും ഇതേപോലെ തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം സംഘപരിവാറിന്റെ പ്രവർത്തകർ വന്നു. എന്നാൽ അതിനെ തടയാൻ അവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറായി. യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോവുകയല്ല ചെയ്തത്, മറിച്ച് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി മുന്നോട്ട് വരുന്ന സമയത്ത് തീർച്ചയായും പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പോലീസ് വരാൻ വൈകുന്ന സമയത്ത് ആ ആക്രമണങ്ങളിൽ നിന്ന് അവരെ തടയേണ്ടത് നാട്ടുകാരെന്ന രീതിയിൽ ആ മത ആരാധനാലയത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ന നിലയിൽ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. ഈ പ്രതിരോധം കാരണം അവിടെ വലിയ സംഘർഷം തന്നെ ഇല്ലാതായി. പൊളിക്കാൻ വന്ന സംഘഭീകരർ ഓടി ഒളിച്ച വിവരം പിന്നീട് നാട്ടിൽ പാട്ടായതോടെ ആകെ നാണക്കേടിലാണ് സംഘികൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.